ഹലോ ഫ്രണ്ട്സ്, കുഞ്ഞു സ്റ്റോറിയുമായി മനുവാണ്. നമ്മുടെ പാലക്കാട് യാത്രയുടെ ആദ്യ ദിനമാണെന്ന്. കൊല്ലങ്കോടും അതിൻ്റെ പരിസരങ്ങളുമാണ് ഇന്നത്തെ യാത്രയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 6:30 അരൂരിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഇപ്പോൾ സമയം 10 മണിയായി. നല്ല പൊളപ്പൻ ചൂടാണ് പാലക്കാട്. ഒക്ടോബറിൽ ഇതാണ് ചൂടെങ്കിൽ ഒരു മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് ഇവിടെയുള്ളവരുടെ അവസ്ഥ എനിക്കിപ്പോൾ തന്നെ തീരെ പറ്റുന്നില്ല. അത്രപ്പൊരു വെയിലാണ്. നാഷണൽ ഹൈവേയിൽ നിന്ന് തിരിഞ്ഞ് ഇപ്പോൾ പൊള്ളാച്ചി റോഡ് പിടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് വഴിയരികിലെ കാഴ്ച കണ്ട് വണ്ടി നിർത്തിയത്. നല്ല ഒറിജിനാലിറ്റിയുള്ള മാനുകളുടെ ചൈനീസ് പാവ വിൽക്കുന്ന ചേട്ടൻ. കച്ചവടത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ് ആൾ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എല്ലാം പെട്ടിയിലാക്കി അടുത്ത സ്പോട്ട് പിടിക്കാനുള്ള ഒരുക്കത്തിലാണ്. കോവിഡ് കാലത്തിന് ശേഷം മിക്ക ബിസിനസ്സുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. കച്ചവടമൊന്നുമില്ലാതെ കടയും തുറന്ന് വെച്ചിരിക്കുന്നവരാണ് മിക്കവരും. നിങ്ങൾ കാണുന്നത് പോലെ തന്നെ കൊല്ലങ്കോട്ടേക്കുള്ള വഴിയുടെ ഇരുവശങ്ങളും വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളാണ്. ഈ നെല്ലിൻ്റെയും നെൽമണിയുടെയും കുറച്ച് വീഡിയോകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടിട്ട് കേട്ടോ. ആ വീഡിയോ എടുത്ത് വണ്ടി മുന്നോട്ടെടുത്തപ്പോഴാണ് അടുത്ത കാഴ്ച. പണ്ടെങ്ങോ എൻ്റെ ഗ്രാമത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ട്രാക്ടർ കൊണ്ട് നിലം ഒരുക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഇത് കണ്ടപ്പോൾ നല്ലൊരു കൗതുകം. ട്രാക്ടറും അതിൻ്റെ വീലുകൾ ചെളിയിൽ പതിയുമ്പോൾ പൊങ്ങി വന്നേക്കാവുന്ന ചെറിയ മീനുകളുമാണ് ഈ ചുറ്റും ഇരിക്കുന്ന കൊക്കുകളുടെ ലക്ഷ്യം. പരുന്തുകളും പറക്കുന്നുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെ, വിശപ്പ് മാറ്റുക. ഇതാണ് റീലുകളിലൂടെ പ്രശസ്തമായ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. ഇതിൻ്റെ മുന്നിലുള്ള റോഡിലൂടെ പോയാലാണ് നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. അതും റീലുകളിൽ വൈറലായതാണ്. ഇതാണ് പ്രകൃതി ക്ഷേത്രമെന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായ ചിങ്ങൻചിറ കറുപ്പുസ്വാമി ക്ഷേത്രം. കറുപ്പുസ്വാമി പരമശിവൻ്റെ ഭൂതഗണങ്ങളിലൊന്നാണോ, അതോ മഹാദേവൻ്റെ കിരാതരൂപമാണോ അറിയില്ല. ആരായാലും വിശ്വസിക്കുന്നവർക്ക് വെളിപ്പുറത്തുള്ള ശക്തിയാണ് കറുപ്പുസ്വാമി എന്ന് നാട്ടുകാർ. നിറയെ ആൽമരങ്ങൾ കൊണ്ടുള്ളൊരു ക്ഷേത്രമാണിത്. സിനിമകളിൽ ഈ ക്ഷേത്രം കാണിക്കുമ്പോഴുള്ള ശ്രീകോവിൽ സെറ്റിടുന്നതാണ്. ഇവിടെ ഒരു ആൽത്തറയിലാണ്. ആലും കാഞ്ഞിരവും എല്ലാം ചേർന്നൊരു മരത്തിൻ്റെ ചുവട്ടിലാണ് കറുപ്പുസ്വാമിയുടെ പ്രതിഷ്ഠ. ഈ തണലിലൂടെ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറയായിട്ട് നടക്കും. അപ്പോഴാണ് കുറച്ച് പേര് ഭക്ഷണം പാകം ചെയ്യുന്നതാണ്. ഒരു കൗതുകത്തിന് നോക്കിയപ്പോൾ ചിലർ കോഴിക്കറിയാണ് തയ്യാറാക്കുന്നത്, ചിലർ ആടിന് റെഡിയാക്കുകയാണ്. ഇങ്ങനത്തെ വഴിപാടുകൾ നാട്ടിലെ ക്ഷേത്രങ്ങളിലില്ലാത്തത് കൊണ്ട് എന്താണ് ഇതിന് പിന്നിലുള്ളതെന്ന് ചോദിച്ചറിയാൻ തയ്യാറായി. ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച് കാര്യത്തിന് ഫലം കണ്ടാൽ സ്വാമിക്ക് കോഴി, ആട് ഇവയെ അറുത്ത് പാകം ചെയ്ത് ആ കാഞ്ഞിര ചോട്ടിലുള്ള മുത്തപ്പൻ തറയിൽ സമർപ്പിക്കുന്നു. ബാക്കി ഭക്ഷണം വഴിപാട് കഴിക്കുന്നവരും അവരുടെ കൂടെയുള്ളവരും തന്നെ കഴിക്കുന്നു. ഇത്തരം ചടങ്ങുകളിൽ താല്പര്യമില്ലാത്തവർക്ക് അടുത്തുള്ള ഏകലവ്യ ആശ്രമത്തിലെ അന്തേവാസികൾക്ക് അന്നവും വസ്ത്രങ്ങളും നൽകി സ്വാമിയോടുള്ള വിശ്വാസം സാക്ഷ്യപ്പെടുത്താം. അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. ഇതിനെക്കുറിച്ചൊരു നാട്ടുകാരൻ പറയുന്നത് എന്താണെന്ന് കേട്ടു നോക്കും. ചടങ്ങ് ഇത് ഞങ്ങൾ ബിസിനസ് തുടങ്ങിയതിൻ്റെ പേരിൽ, കട തുടങ്ങിയതിൻ്റെ പേരിലുള്ളത് കോഴിയെടുത്ത് പൂജ. ബിസിനസ്സിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഇത് സാമ്പിളാണ്. തുടക്കത്തിൽ ഒന്ന് കോഴി എടുത്തിട്ട് പൂജ കഴിക്കും. അടുത്ത വർഷത്തിനുള്ളിൽ നേട്ടം കൂടുമ്പോൾ ഞങ്ങൾ ആട് വെട്ടും. ബാക്കി സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും കൂടി ചേർന്നിട്ട് ഉള്ള അതിൻ്റെ പ്രാർത്ഥന, നേർച്ച. ഇവിടെ പ്രതിഷ്ഠ ഏതാ? അപ്പോൾ കറുപ്പസ്വാമി തമിഴ് സ്റ്റൈലുള്ള ഇത് ആലിഞ്ചോട്ടിൽ കാണുന്ന ആ വിഗ്രഹം. ഞാനിങ്ങനെ ക്ഷേത്രങ്ങളിൽ ഇത് ആയിക്കോട്ടെ. ഓക്കെ, എന്താ പേരെന്ന്? എൻ്റെ പേര്. ഓക്കെ. ഈ മരം നിറയെ ഓരോ ചെറിയ രൂപങ്ങളാണ്. വീടിൻ്റെ ഉണ്ട്, തൊട്ടിലിൻ്റെ ഉണ്ട്, കച്ചവട സ്ഥാപനങ്ങളുടെ ഉണ്ട്.
പിന്നെ എന്തൊക്കെയോ ഉണ്ട്. ഓരോരുത്തർ പ്രാർത്ഥിച്ച് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുമ്പോൾ ഇങ്ങനെ കൊണ്ട് കിട്ടുന്നതാണ്. വിശ്വാസം എന്തുമാകട്ടെ, ആ വിശ്വാസമുള്ളതുകൊണ്ട് ഈ മുത്തപ്പൻ തറയും എൻ്റെ പരിസരങ്ങളിലും വൃക്ഷങ്ങൾ യാതൊരു കേടുപാടുമില്ലാതെ സംരക്ഷിക്കും. അപ്പോൾ ഇത്തരം ചില വിശ്വാസങ്ങൾ നല്ലതാണ്. ഈ ക്ഷേത്രത്തിലേക്കുള്ളൊരു യാത്ര അത് നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായി. തീർച്ചയായും പോകണം. ഇനി നമുക്ക് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന താമരപ്പാടത്തേക്ക് പോകാം. ഒന്നും പറയാനില്ല അതിനെക്കുറിച്ച്. കണ്ടു നോക്കുക. സുഖം ഉള്ളൂരത് ഏനോ മനം തള്ളാടത് ഏതോ സുഖം ഉള്ളൂരത് ഏനോ മനം തള്ളാടത് വിരകൾ തൊടവ വിരുന്നൈ തരവ മാർപോട് കണ്ണുകൾ മൂടവ മലരേ മൗനമാ മൗനമേ വേദമാ മലകൾ. പാടവരമ്പിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ മറവിയിലാണ്ട് ആ മണം, മുണ്ടകൻ്റെയും വിരിപ്പിൻ്റെയും നെൽക്കതിരുകളുടെ മണം, അന്ന് അനുഭവിച്ച അതേ മണം. അതാണ് ഞാൻ ഇതിലേ നടക്കുമ്പോൾ അനുഭവിക്കുന്നത്. ഒരിക്കലെങ്കിലും വന്നു കാണേണ്ട ഒരു സ്ഥലമാണ് ഈ താമരപ്പാടം. വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഒക്ടോബർ 1-ാം തീയതിയാണ്. ഇപ്പോൾ തന്നെ നെല്ല് വിളഞ്ഞ് പാകമായി നിൽക്കുകയാണ്. ഏറ്റവും കൂടിയാൽ 2-3 ആഴ്ചക്കുള്ളിൽ കൊയ്ത്തുണ്ടാവും. പിന്നെ ഇതേപോലെ ഒരു നെല്ല് കാണണമെങ്കിൽ അറിയാലോ എത്ര നാൾ വേണമെന്ന്. ആ സമയങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വരിക. അല്ലെങ്കിൽ വെറും തരിശായ പാടങ്ങൾ കാണേണ്ടി വരും. അതിന് ഒരു ഭംഗിയും ഉണ്ടെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കൽപ്പാത്തിയും വരിക്കാശ്ശേരിമനയും എല്ലാം ഉൾപ്പെടെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് വന്ന് കാണാവുന്നതാണ് ഇതെല്ലാം. ഒരു 7 മണിയാകുമ്പോൾ കൽപ്പാത്തിയിലെത്തിയാൽ മതി. ആദ്യം കൽപ്പാത്തി തെരുവുകൾ കാണുക, പിന്നെ കൊല്ലങ്കോടേക്ക് വരിക, പിന്നെ ഇതേപോലെ ഞാൻ പോയ റൂട്ടിൽ പോവുക, വാമലയിൽ ചെല്ലുക, അവിടുന്ന് അവസാനം ഒറ്റപ്പാലത്തേക്ക് പോവുക. ഒറ്റപ്പാലത്താണ് വരിക്കാശ്ശേരിമന. ഞാൻ പോയ റൂട്ടിൻ്റെ മാപ്പ് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. അപ്പോൾ സമയം നഷ്ടപ്പെടുത്താതെ ഈ കാഴ്ചകളെല്ലാം കണ്ട് രാത്രിയോടുകൂടി നിങ്ങൾക്ക് വീട്ടിൽ തിരിച്ചെത്താം. വിരിയും വരെ പിന്നഴക് നെല്ലുക്ക് നാற்றഴക് തെന്നയ്ക്ക് കീற்றഴക് ഊருக்கு ആരഴക് ഊർവലത്തിൽ തേരഴക് ഊருக்கு ആരഴക് ഊർവലത്തിൽ തേരഴക് തമിഴുക്ക് അഴക് തലവിക്ക് നാനഴക് കണ്ണുക്ക് മൈയഴക് കവിതയ്ക്ക് പൊയ്യഴക് കണ്ണത്ത് കുഴിയഴക് കാർകൂന്തൽ പെണ്ണഴക് കണ്ണുക്ക് മൈയഴക് കവിതയ്ക്ക് പൊയ്യഴക് കണ്ണത്ത് കുഴിയഴക് മേഘം തിറந்து കൊണ്ട് മണ്ണിൽ ഇറങ്ങി വന്ന് മാർവിൽ ഒളിந்து കൊള്ള വാ വാ മാർവിൽ ഒളിந்து കൊണ്ടാൽ മറന്നു വരും കൂന്തലിൽ ഒളിந்து കൊള്ള വരവാ. ഇനി പോകുന്നത് കുഞ്ഞിരാമായണ സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത അമ്പലത്തിലേക്ക്. വലിയൊരു പാറയുടെ മുകളിലാണ് ക്ഷേത്രം. പട്ടി അണയ്ക്കും പോലെ അണച്ചാണ് ഞാനിതിൻ്റെ മുകളിലെത്തിയതെങ്കിലും ഇവിടെ എത്തി കുറച്ചു നേരം ഇരുന്നപ്പോൾ ആ ക്ഷീണമെല്ലാം ഞാൻ മറന്നു. കണ്ട കാഴ്ച നിങ്ങളും കാണുക. തൂയ സിന്തമിഴ് ആരീരാരോ ആരാരോ
தங்க கைவளை வைர கைவளை ஆரீராரோ ஆராரோ இந்த நாளிலே வந்த ஞாபகம் இந்த நாளும் മാറാതോ കൺകൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആർക്കെങ്കിലും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യുക. അതെനിക്ക് വളരെ സഹായമാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ ജയ് ഹിന്ദ്.